നല്ല ഉത്തരവാദിത്തമുള്ള ആളുകൾ ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ട് ഒറ്റൊരുത്തരും ഇന്നേരമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സൂപ്പർ സ്റ്റാറുകളാണ് അത്ര സൂപ്പർ സ്റ്റാറുകൾ. ഇവന്മാരൊക്കെ ഇങ്ങനെ പോയാൽ മലയാള സിനിമ എവിടെ എത്തും എന്റെ കർത്താവേ? ഒരൊറ്റ ഒന്നിനും ഉത്തരവാദിത്ത ബോധമില്ല. എന്താണ് ഇന്നച്ചാ ഒറ്റയ്ക്ക് കിടന്ന് പെറുപെറുക്കുന്നത്? ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യം പറയായിരുന്നു. മീറ്റിംഗ് വെച്ചിട്ട് ഇത്ര നേരമായിട്ടും ഒറ്റ നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെറുതെ അല്ല നമ്മുടെ സിനിമ നശിച്ചു പോകുന്നേ. സിനിമ നശിക്കുന്നു എന്നാരാ പറഞ്ഞേ? നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തസ്കര വീരൻ, പോത്തമ്പാവ, മായാ ബസാർ, ലവ് ഇൻ സിംഗപ്പൂർ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നേരം വെളുക്കും. പറയുന്നത് കേട്ടാത്തതും ഇയാളുടെ പടങ്ങൾ മാത്രമാണ് വിജയിക്കുന്നതെന്ന്. പിന്നെ പുറത്തു പറയാൻ പറ്റിയ തന്റെ ഏതൊക്കെ പടങ്ങളാണോ വിജയിച്ചത്? എത്ര പടങ്ങൾ ഉണ്ടോ എനിക്ക് പറയാൻ. പിടിച്ചോ, വാമനപുരം ബസ് റൂട്ട്, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. പിന്നെ എന്റെ ഏഞ്ചൽ ജോൺ. അതാരാ? നിന്റെ സ്നേഹിതനാണോ? അയ്യോ, അതാരുമല്ല, എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. താൻ സിനിമ ഇറക്കിയിട്ട് താനും തന്റെ കൂട്ടുകാരും മാത്രം കണ്ടാ പോരാ, ജനങ്ങൾ കാണണം. പറഞ്ഞത് കറക്റ്റാ. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയാം. സത്യത്തിൽ മലയാള സിനിമയുടെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് മാറണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ളവർ മലയാള സിനിമയിൽ നിന്ന് മാറിത്തരണം. ഞങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം കിട്ടട്ടെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വെറും പള്ളിയല്ല, പരുമലപ്പള്ളിയിൽ. സത്യത്തിൽ എനിക്ക് നിന്റെ മകന്റെ വയസ്സ് പോലും ഇല്ല. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. മക്കളുണ്ടാവാൻ എന്തിനാടാ കല്യാണം കഴിക്കുന്നേ? അല്ലേ ഇയാൾ എന്തിനാ അത് എന്നോട് ചോദിക്കുന്നേ? അല്ല, അനുഭവമുള്ളവരോട് വേണല്ലോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. എല്ലാവരോടും ഒരു കാര്യം പറയാ. നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല. അതിന് ഞാനൊരു സജഷൻ പറയാം. മലയാള സിനിമ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എല്ലാം വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല. എന്താ, ശരിയല്ലേ ഇന്നച്ചാ? അത് വളരെ ശരിയാ. ബാക്കി പറ. ഒരു നല്ല വെറൈറ്റി ഞാൻ പറയാം. അതല്ലേടോ തന്നോട് ബാക്കി പറയാൻ പറഞ്ഞേ. എന്നെ നായകനാക്കി ഒരു പടം എടുത്തോ, എങ്കിൽ മലയാള സിനിമയുടെ സകല പ്രതിസന്ധി മാറും. താൻ നായകനോ? അപ്പൊ വില്ലൻ ആരാവും? ഇവരൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ, പോത്ത് പോലുള്ള കുറെ മുത്തച്ഛന്മാർ. വില്ലന്മാരല്ല ഇവരാവട്ടെ. അങ്ങനെയെങ്കിലും ഇവരുടെ തടിയൊന്ന് അളകട്ടെ. എന്തിനാടാ ചിരിക്കുന്നത്? അല്ല, ഇയാള് നായകനായുള്ള കാര്യം ഒന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാ. ഞാൻ നായകനായ എന്താടാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നന്നായിരിക്കും. എന്താടാ 80-90 വയസ്സുള്ള നിനക്കൊക്കെ നായകനാവാമെങ്കിൽ എനിക്ക് നായകനാവാം. താൻ നായകനായിട്ട് എന്ത് കാര്യം? തനിക്കൊരു ഡയലോഗ് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ലെന്ന്? നീയൊക്കെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ പറയും. കേട്ടോ, മേലെടുത്ത് രാഘവൻ നായർ ചെറ്റയാ. ചെറ്റാന്ന് പറഞ്ഞ പരമാനാറി. ഈ കാണുന്ന പറമ്പ് വീടുമെല്ലാം എൻ്റെ ചോരയിൽ നീര് വേർപ്പുക. പണ്ട് ഈ വീടും പറമ്പും ചെത്തിയപ്പോൾ ഒരു സഞ്ചി നിറയെ പണവുമായിട്ടൊരാൾ വന്നില്ലേ? ആ പന്ന മാമ, നമ്മളെ കുഞ്ഞമാമ. എങ്ങനെയുണ്ട്? അയ്യോ, താൻ എന്തൊക്കെയാണോ ഈ കാണിക്കുന്നത്? താൻ കൂടുതൽ ഉണ്ടാക്കണ്ട. താൻ സിനിമയിൽ കളിക്കുന്ന ഡാൻസ് എല്ലാം തന്നെയൊക്കെ നന്നായിട്ട് ഞാൻ കളിക്കും. എവിടെ നമ്മുടെ ജനപ്രിയ നായകൻ? വെഞ്ചിലം വിട്ട വെണ്ണിലാവാണു നീ.
ഞാൻ വരാൻ വൈകിയോ? ഹേ, താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ഒന്നും പറയണ്ട, ഒരു കേസുണ്ടായിരുന്നു കോടതിയിൽ, വണ്ടി ചെക്കിന്റെ. ആട്ടെ, എന്തു തീരുമാനിച്ച അവസാനം? ഹാവു, ഒന്നും തീരുമാനിച്ചില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണമെങ്കിലേ സംഘടനയ്ക്ക് ഫണ്ട് വേണം, ഫണ്ട്. ഇവിടെ ഒരു മാങ്ങാത്തൊലി ഇല്ല. സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാവാൻ ഞാനൊരു വഴി പറയാം. ഹേ, എന്ത് വഴി? 2020 പോലെ തന്നെ 50-50 എന്നൊരു ചിത്രം ഞാൻ വേണം നിർമ്മിക്കാം. പിന്നെ ഒരു കാര്യം, അഭിനയിക്കുന്ന നടന്മാർക്ക് ആർക്കും കാശുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ വിറ്റ് കാശാക്കിയത് മതി, ഇനി താൻ അങ്ങനെ ഉണ്ടാക്കണ്ട. പിന്നെ ഈ സംഘടനയുടെ ഫണ്ടിലേക്ക് ഞാൻ വേണം കുറച്ച് കാശ് തരാം. ഹാവു, അത് മതി, അത് മതി. സംഘടനയ്ക്ക് കാശ് കിട്ടിയാ മതി. ഞാൻ അഭിനയിക്കാം, എനിക്ക് 10 പൈസ വേണ്ട. പക്ഷേ ഈ ചിത്രത്തിൽ ഞാൻ നായകനായിരിക്കണം. അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അങ്ങനെ ഒരു പടം ഉണ്ടാവുകയാണെങ്കിൽ ആ ചിത്രത്തിൽ ഞാൻ തന്നെയായിരിക്കും നായകൻ. ഹ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. യുവതാരങ്ങളിൽ സൂപ്പർ സ്റ്റാർ ഞാനാണ്. അപ്പോൾ ഈ സിനിമയിലെ നായകൻ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോ പടം സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ, താനെന്ത് കാര്യ പറഞ്ഞേ? എന്നെ നായകനാക്കുന്ന കാര്യം. എന്നെ നായകനാക്കിയില്ലെങ്കിൽ എന്റെ ആരാധകർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല, അവർക്കൊരിക്കലും താങ്ങില്ല. അപ്പൊ എന്റെ ആരാധകരൊക്കെ മാങ്ങാ പറിക്കാൻ പോവോ? ഇനി ഞാനൊരു സത്യം പറയാം, ഈ നായകൻ എന്ന വാക്ക് തന്നെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ രണ്ടുപേർക്കും പ്രായമായില്ലേ, ഇനി ഞങ്ങൾ യുവതാരങ്ങളൊന്ന് കളിക്കട്ടെ. യുവാക്കളായ ആരാധകർ എനിക്കും ഉണ്ട്. മോൻ കളിക്കാനായിട്ടില്ല, മോൻ കളിക്കാനായ മാമൻ പറയാം. ഇപ്പൊ മോൻ പോയി ഗോലി കളി. ആ, ഈ പടത്തിൽ ഞാനാവും നായകൻ. ഞാനായാലെന്താ? ഹ, അപ്പൊ ഞാനെന്തിനു നിൽക്കുക? മോൻ പോയി ഗോലി കളി, ഈ ചിത്രത്തിൽ ഞാനാവും നായകൻ. ആ, ഒന്ന് നിർത്തട. ദേ, എല്ലാവരോടും ഒരു കാര്യം പറയാ. നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല. എങ്കിൽ ഞാനൊരു സജഷൻ പറയാം. സിനിമാ വ്യവസായം ഇത്രയും തകർന്ന തരിപ്പണമായ സ്ഥിതിക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സിനിമയിൽ പയറ്റിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സംഘടനയ്ക്ക് ഫണ്ടുണ്ടാക്കാൻ ഒരു TV ചാനൽ തുടങ്ങിയാൽ എന്താ? വെരി ഗുഡ്. അപ്പൊ എനിക്ക് ഒരു ബൈറ്റ് പയറ്റാം. വെൽക്കം ടു മമ്മ ചാനൽ. സിനിമാ താരങ്ങളുടെ സ്വന്തം ചാനൽ. ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. വൈകിട്ട് 6:30 പ്രധാന വാർത്തകൾ. അല്ല പഠിച്ചോന്, ഈ കൈ നമ്മൾ പെട വെക്കുക, ആ ഈ മേശന്റെ മുകളിൽ വെക്കുക. നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രധാന വാർത്തകൾ. കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേനെ സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം കോഴിക്കോട് പൊരിഞ്ഞടി, അടിച്ച എജ്ജാതി അടി, അതും ഇടതുവശവും വലതുവശവും തമ്മിൽ. പഠിച്ചോനെ, ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലീസുകാർ വെറുതെ നിഷ്ക്രിയായി നോക്കിക്കഴിഞ്ഞു മക്കളെ. ഇനി നമ്മളെ സ്പോർട്സ് വാർത്ത. വാർത്ത എന്ന് വെച്ചാൽ സ്പോർട്സ് വാർത്തയാണ് നമ്മളെ പ്രധാന വാർത്ത. ഇപ്രാവശ്യത്തെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നമ്മൾ ഇന്ത്യക്ക് സെലക്ഷൻ കിട്ടിയിട്ടും കളിക്കാണ്ട തിരിച്ചു പോന്ന്. അവ ചെരുപ്പും കള്ളുകൊണ്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റൂല എന്ന് അവിടുത്തെ റഫറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്ര ഒരു തിരിച്ചു പോകുന്നത്. എന്നാലും ലോകകപ്പ് ഫൈനലിലെ സ്വർണ്ണ കപ്പ് നമ്മൾ ഇന്ത്യ നേടി. അച്ചേൽക്ക് തന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഓരോ കപ്പ് കളവ് പോയിന്ന്. അടുത്ത വേൾഡ് കപ്പ് ഗ്രീസിൽ വെച്ച് നടത്തണം എന്നുള്ള തീരുമാനം ഫിഫ പിൻവലിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കളിക്കാരും തെന്നി വീഴുന്നാണ് ഒരു പറഞ്ഞ കാരണം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ കേരളത്തിൻ്റെ നമ്മൾ തമ്മനം മേരി ആഫ്രിക്കൻ ഓട്ടക്കാരനായ ഡിക്രൂസ് പെരേരൻ്റെ ഒപ്പം ഒളിച്ചോടി. ഇതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് മേരിയുടെ കോച്ചും ഭർത്താവുമായ ചാണകക്കുഴി കറിയാച്ചൻ നയം വ്യക്തമാക്കി. അല്ല, ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ വാർത്തയായിട്ട് മറ്റന്നാൾ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. 8:30 പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവർ ചോയ്സ്. ഭീമൻ യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ 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 ഹലോ
ഹലോ കൂയ്. ടി വിയുടെ വോളിയം കുറക്കട പന്നി. ഇവിടെ ടി വി ഇല്ലാന്ന്. പിന്നെ നീ മാനത്ത് നോക്കിയാണോടാ പരിപാടി കാണുന്നേ? STD ബൂത്ത് ഞങ്ങളെ വിളിക്കണത്. എങ്കിലും വോളിയം കുറയ്ക്ക്. എന്തിന്റെ? നിന്റെ വോളിയം മനുഷ്യന്റെ ചെവി അടിച്ചു പോകാനായി. അല്ലേ നിങ്ങള് മറ്റേ ആളല്ലേ നിങ്ങള്? നാട്ടുകാർ അതൊക്കെ പറയുമെങ്കിലും ഞാൻ ആ ഡീസന്റാ. അതല്ല നിങ്ങള് മറ്റേ ടിവിയിലൊക്കെ നിങ്ങളെ സിനിമയില് ഞാൻ കണ്ടു നിങ്ങളെ. നിങ്ങള് നല്ല തടിയും ഇതൊക്കെ ഉള്ള നല്ല ആയം നീട്ടുള്ള ഒരു മനുഷ്യൻ. നിങ്ങളിപ്പോ എന്താ ഈ പരിപാടിയില്? ഞാനിപ്പോ ഈ പരിപാടിയില്ല. ചെറുമേലൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ല. നിങ്ങൾ നല്ല തല്ലാട്ടങ്ങള്. താങ്ക് യു. അല്ല ആട്ടെ, താൻ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മലപ്പുറത്തുനിന്ന്. എന്തിന്റെ പുറത്തുനിന്ന്? മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്ന്. എന്താടാ പേര്? എന്റെ പേര് സുലൈമാൻ. എന്ത്? സുലൈമാന്. സുലൈമാൻ, നല്ല പേര്. ഏത് പാട്ട് വേണം? ഏത് പാട്ടൊക്കെ ഉള്ള അവിടെ? എല്ലാ പാട്ടും ഉണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചെന്നാളി. ഏതെങ്കിലും പറഞ്ഞ നീ ഏതെങ്കിലും പറയടാ. പറട്ടെ. എന്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ചാടാ നീ എന്നെ വിളിച്ചേ. അതല്ലേ നിങ്ങൾ ഏതെങ്കിലും മറ്റേ മോഹൻലാലില്ലേ? ഞാൻ മോഹൻലാലിന്റെ മെയിൻ ആളാ. അപ്പൊ എന്റെ പടത്തിലെ പാട്ടൊന്നും വേണ്ട. അല്ല അതല്ല, മറ്റേ വടക്കുന്നാഥല്ലേ പാട്ടില്ലേ, ഗംഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് മോഹൻലാലിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ആ പാട്ട് നിങ്ങൾ പാടിയോ? ഞാൻ പാടണോ? നിങ്ങൾക്ക് പാട്ടിച്ചുണ്ട്? അയ്യോ, വല്ലാത്ത ബുദ്ധിമുട്ടാവും, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ പാടിത്തരേ എങ്ങനെങ്കിലും. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തരെ വിളിച്ചോളും. ഞാൻ പാടാൻ പോവുക, അനുഭവിച്ചോ. ഗംഗേ എന്റെ പൊന്നെ, ഏത് വരട്ടെയാടാ പാട്ട് എഴുതിയത്? തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു. നിങ്ങളെ പരിപാടി തൊഴുത്തിൽ വെച്ചിട്ട് നടക്കണേ. എന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അതാ ഫുള്ള് എരുമ കരയണ മാതിരി. വെച്ചിട്ട് പോടാ പുല്ലേ. ഞാൻ ആ കഴിവേറികളോട് ആദ്യം പറഞ്ഞ എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലാന്ന്. ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു. ഇനി നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ചാനൽ ഇതോടെ നിർത്തി.